അല്ലേ നിങ്ങൾ പറഞ്ഞ അവൻ എന്ത് ആഭാസത്തരോ കാണിച്ചത്? അവൻ ചെന്നൊന്ന് എത്തി നോക്കിപ്പോയി, അല്ലാതെ അവൻ പെണ്ണിനെ പിടിച്ചങ്ങോട്ട് പോയില്ലല്ലോ. കൊലപാതകം ചെയ്ത പേപ്പർ വരാൻ വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. നല്ലതായിരുന്നു. അന്തസ്സിന്റെ കാര്യം നീ എന്നോട് പറയരുത്. ഞാൻ പുറകോട്ട് ഞാൻ ചിന്തിച്ചു പോണോണ്ട് കുറെ. എടാ നിനക്ക് എന്തോന്നടാ? എന്റെ അമ്മ എന്തിനപ്പോ അവരെ പറയാൻ നിൽക്കണം നിങ്ങള്? അവരെന്ത് തെറ്റ് ചെയ്തപ്പോ? ഇവിടെ അമ്മാവനാണ് വിഷയം. അമ്മാവന്റെ കാര്യം പറ. ഞങ്ങള് ചെയ്തെങ്കിലേ അന്ന് 15-17 വയസ്സുമായിരുന്നു, അതിനൊരു അന്തസ്സുണ്ട്. ഇത് 70 വയസ്സുള്ള കിളവൻ പോയി 10-22 വയസ്സുള്ള പെണ്ണിന്റെ പുറകെ നടക്കാന്ന് എന്തോ പിറകെയൊന്നും അവൻ നടന്നില്ല. നോക്കിപ്പോയി കാണും. അവൻ അത്ര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. അത് പറഞ്ഞു വിലക്കാൻ എനിക്കറിയാം. നിങ്ങൾ ആരും ഇടപെടണ്ട. തീർന്നല്ലോ. ഇത് അമ്മ അതിന് മെനക്കെടണ്ട. ഇത് ഞങ്ങൾ ചോദിച്ചോളാം. ഞങ്ങൾക്ക് അറിയാതെ കൈകാര്യം ചെയ്യാം. നിങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യണ്ട. മര്യാദയ്ക്കാണെങ്കിൽ കൈകാര്യം ചെയ്യില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇടപെടണ്ട. ഞാൻ തീർത്ത് പറയുന്നത്. ഓ ഭയങ്കര സ്നേഹ ചേച്ചിനോട്. അങ്ങനെയാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. പിന്നെ ഒരു അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കുറിച്ച് അങ്ങോട്ട് തോന്നുന്നത്. എന്റെ അമ്മ, ഞാൻ പറയുന്ന അമ്മ ഒന്ന് കേൾക്കുവോ? അങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞാൽ ഞാൻ കേൾക്കും. അതെ, അമ്മാവൻ വരുമ്പോ അമ്മ ചോദിക്കണ്ട. അമ്മാവനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അമ്മ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട്, തങ്ക അറിഞ്ഞിട്ടുണ്ട്, ജമന്തി അറിഞ്ഞിട്ടുണ്ട് എന്ന് പുള്ളി വിചാരിക്കും. അത് പുള്ളിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കും. അതിൽ നല്ലത് ഞാനും ക്ലീറ്റോയും കൂടെ പുള്ളിയെ നൈസിൽ പറഞ്ഞിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അങ്ങനെ അബദ്ധങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് എങ്കിൽ മേലാൽ അങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സത്യം ചെയ്യിപ്പിച്ചോളാം. അങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല, കയറി കെട്ടിത്തൂക്കി ചാവും. അവൻ എന്തെങ്കിലും കാണിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കൂല. അങ്ങനെയൊന്നും ഉണ്ടാവൂലമ്മ. ഞങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്തു. മോള് മോള് പഠിക്കുക എന്താടി? ഓ അപ്പം തന്നെയല്ലേ? എങ്ങനെയുണ്ടടി? എന്റെ ദൈവമീടെ ഏത് ബ്യൂട്ടി പാർലറിൽ പോയി? മുടിയൊക്കെ ഒന്ന് വെട്ടി ഈ സ്റ്റൈല് നന്നായിട്ടില്ലേ? കാക്കോളിച്ചാ കൊക്കോല എന്നാലും കൊള്ളാം, അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മ എവിടെ? ആകത്തോളം കാണും. അച്ഛനോ? എവിടെയെങ്കിലും കാണും. ഓ കണ്ട, അപ്പൂപ്പനൊരു ഫോണ് സെക്കൻഡ് ഹാൻഡ് കൂട്ടുകാരൻ തന്നെ. എങ്ങനെയുണ്ട്? പുതിയ ഫോൺ. ഇതിപ്പോ എന്തിനാ ഇതിന്റെ ആവശ്യം? മറ്റേതല്ലേ? അല്ല, അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് ആവുക. ഇത് കുഴപ്പമില്ലല്ലോ. ഒരു ഫോൺ വിളിക്കാനുള്ള ഇതൊക്കെ മറ്റേല്ലാം ഉണ്ടായോ? അല്ലടി, നിനക്ക് ഈ മറ്റേ വാട്സപ്പ് ഒക്കെ എടുക്കാറിയോ ഇതില്? അറിയാം. അതെങ്ങനെ എടുക്കുക? എന്തിന്? അല്ല, എൻ്റെ ഗൾഫിലൊരു കൂട്ടുകാരൻ്റെ, അവൻ എൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കാനാ. വരുമ്പോ കണ്ടാ പോയി. എടി, അവ ഇടയ്ക്കല്ലേ വരുള്ളൂ. അവനൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. എന്തിന്? അതെങ്ങനെ എടുക്കാന്ന് പറ. ഇതമത്തിയിട്ട് പിന്നെ ഈ ഫോട്ടോയിൽ ഇതമത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തെങ്കിൽ അതിങ്ങനെ ആക്കിയിട്ട് അയച്ചാൽ മതി. ഓ അതെ, ഇതിൽ കണ്ട ഈ എന്താ ലാസ്റ്റ് 88 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നിട്ടുണ്ട. ഇതാണ് നമ്പർ? അതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ നമ്പർ. അതിലേക്ക് എൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കാം. ഒരു ഫോട്ടോ എടുത്തേ. എവിടെ വേണ്ട? അതൊന്ന് ആ നമ്പറിലേക്ക് അയച്ചു. അയച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്തിനാ അയക്കുന്നത്? ഇതിപ്പോ പോയോ? ഓ, അതെങ്ങനെ അറിയാ? ഈ നീലത്തിക്കാണ്, അതാണ് പോയെന്നാണ്. പോയില്ലേ? ഇനി നമുക്ക് വേണ്ടപ്പെട്ട ഒരു നമ്പറിലേക്ക് ഹലോ ഗുഡ് നൈറ്റ് നാളെ കാണാം എന്ന് പറഞ്ഞാൽ അവരത് എടുത്തു നോക്കിയാൽ നമ്മുടെ സൗണ്ട് കേൾക്കില്ലേ? അവിടെ ടൈപ്പ് ചെയ്താൽ പോലെ ദുബായ് ഇരിക്കുന്ന ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചാൽ അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ അങ്ങനെ വിടണമെങ്കിൽ ഒരു കാര്യം പറയട്ടെ, സാധാരണ കോൾ വിളിച്ചാൽ ശബ്ദം തന്നെ പോകുന്നത്. അതല്ല, അത് ആ സമയത്തല്ല, ഇഷ്ടമുള്ള സമയത്ത് എടുത്തു നോക്കി അടിച്ചാൽ ഇഷ്ടമുള്ള സമയത്ത് ഇതും കുത്തും. ഇനി അതെങ്ങനെയാന്ന് പറ. എന്തിന് അറിഞ്ഞിരിക്കണ്ടേ? ഇതൊക്കെ കാലം മാറിയില്ലേ? അപ്പൊ പിന്നെ ഇതൊന്നും അറിയില്ലെന്ന് അറിഞ്ഞ നാണക്കടല്ലേ? വയസ്സായ കാലത്ത് ഇത് ആർക്ക് കൊടുക്കാനാണ് എന്തോ. ഇങ്ങനെ വെച്ചിട്ട് ഹലോ ഹൗ ആർ യു എന്ന് അയച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ പൊക്കോളും അല്ലേ? പിന്നെ നേരിട്ട് നമ്മളിങ്ങനെ സംസാരിക്കില്ലേ? ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ അവിടെ കാണാം, അവിടെ സംസാരിക്കുന്നത് ഇവിടെ കാണാം. അതെങ്ങനെയാ? ഈ വയസ്സാം കാലത്ത് ഇനിയിപ്പോൾ ആരെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കുറവാണ്. എൻ്റെ ഈ കൂട്ടുകാരൻ ചിലപ്പോൾ എന്നെ ദുബായിക്ക് കൊണ്ടുപോകും. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് തക്കിളിമോളോട് സംസാരിക്കണമെങ്കിൽ ഇതൊക്കെ എനിക്കങ്ങനെ തോന്നില്ലല്ലോ. പിന്നെ എന്തിന്? എടി, എനിക്ക് തോന്നില്ലേ? നീ ഞങ്ങളുടെ മുത്തല്ലേ? ഓയ്യോ, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കല്ലേ? എന്തിന് ഈ വയസ്സാം കാലത്ത് ചുമ്മാ വലുതെറ്റി പോകാനാണ് ഇതുള്ള അത്രയും. ഞാൻ പറഞ്ഞു തരുക. അപ്പൂപ്പൻ വൈകിട്ട് വരുമ്പോ ഐസ്ക്രീം കൊണ്ടുവന്നേരാം. ഇങ്ങനെ എടുക്കണം. ഈ സ്കൈപ്പിലുണ്ടാവുന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആളും എടുക്കണമെങ്കിൽ കാണാം. അതെ, പിന്നെ
ഇതിന്റെ ഫാമിലി പാക്ക് മതിയേ. എന്താ വേണ്ടി ചപ്പ് മേടിച്ചില്ലേ? സത്യത്തിൽ സത്യം. പിന്നെ കപ്പില് പിന്നെ എനിക്ക് ഇതൊന്നും പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല. മോള് ഇതൊക്കെ ഈ വാട്സപ്പ് എടുക്കുന്നത് ഇങ്ങനെ മറ്റേ ഇത് വോയിസ് മെസ്സേജ് വിടുന്നത് ഇങ്ങനെ അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി. എനിക്ക് വയ്യ പേപ്പറിലൊക്കെ എഴുതി എന്ത് പാടാണ്. ചോക്ലേറ്റ്, ഐസ്ക്രീം. ഞാൻ ചുമ്മാ അറിഞ്ഞില്ല, ഞാൻ പോയിട്ട് വരാവേ. മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖപ്പടിവാതിൽ എന്താടി? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. എവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലുണ്ടായിരുന്നോ? ക്ലീറ്റസോ? ക്ലീറ്റോ പുറത്തുപോയി. എന്താ ആകെ ഒരു മാറ്റം? എന്തേ? നല്ല ഹെയർ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ആ കൊള്ളാം, നല്ലതാ. എടി എനിക്കതിന് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ആ അതറിയാലോ. ഞാൻ കനകനെന്ന് കാണട്ടെ. എവിടെന്ന് ഒപ്പിച്ചത്? ഇതൊക്കെ കണ്ടടി. തണമുള്ള തണുപ്പുള്ള രാത്രി. കൊള്ളാലാള് മനസ്സിരിപ്പുണ്ട്. താഴമ്പ് മണോളം ശരിയാക്കി തരണ്ട് ഞാൻ. തളാം തകും തരി തരി കിട്ട തളാം തകും തരി തരി കിട്ട തിക്കുത്തക്കുത്തരി കിട്ട താങ്കിണ്ണ തിക്കുത്തക്കുത്തരി കിട്ട താങ്കിണ്ണ തിക്കുത്തക്കുത്തരി കിട്ട തിക്കുത്തക്കുത്തരി കിട്ട താങ്കിണ്ണ ടക്കും തരി കിട്ട താങ്കിണ്ണ ടക്കും തരി കിട്ട തിക്കുത്തക്കുത്തരി കിട്ട നഗത്തരി കിട്ട ടകത്തരി കിട്ട നഗത്തരി കിട്ട ടകത്തരി കിട്ട തിക്കുത്തക്കുത്തരി കിട്ടത്തോ തളാം തകും തരി തരി കിട്ട തിക്കുത്തക്കുത്തരി കിട്ട താങ്കിണ്ണ തിക്കുത്തക്കുത്തരി കിട്ട നഗത്തരി കിട്ട ടക്കു. ശരിയായില്ല. തളാം തകും തരി തരി കിട്ട തളാം തകും തരി തരി കിട്ട തിക്കുത്തക്കുത്തരി കിട്ട താങ്കിണ്ണ തിക്കുത്തക്കുത്തരി കിട്ട താങ്കിണ്ണ തിക്കുത്തക്കുത്തരി കിട്ട തിക്കുത്തക്കുത്തരി കിട്ട താങ്കിണ്ണ ടക്കും തരി കിട്ട താങ്കിണ്ണ ടക്കും തരി കിട്ട തിക്കുത്തക്കുത്തരി കിട്ട നഗത്തരി കിട്ട ടകത്തരി കിട്ട നഗത്തരി കിട്ട ടകത്തരി കിട്ടതോ. പെട്ടെന്ന് മേടിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം ഒരു ക്ലാസിക്കൽ പാട്ടൊക്കെ. നദിം ദിം ന നനദിം ദിം ന നദിം ദിം ന നനദിം ദിം ന. ആഹാ ഇവിടെ വന്ന് നിൽക്കണ എന്റെ അമ്മ. എന്ത് കാര്യത്തിനാണ് ഈ സാരി ഇതെല്ലാം കൂടെ വെച്ച് വലിച്ച് കഴുകാൻ നിൽക്കണത്? നിങ്ങൾ ഇത് അവള് വന്നിട്ട് ചെയ്തോളൂ. എടാ ഒരു സാരിയെ കഴുകുന്നുള്ളൂ, നാളെ കുളിച്ചിലേക്ക് മാറണ്ട, ഇന്ന് കഴിയിട്ടെങ്കിലേ ഞാൻ ഉണങ്ങാത്തുള്ളത്. നിങ്ങൾക്ക് അല്ലെങ്കിലേ കയ്യിനും കാലിലും വയ്യ. അതിന്റെ കൂട്ടത്തിലാണ് ഈ പണികൾ മുഴുവൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എന്തോന്ന് പണി ഇരിക്കുന്നത്? എനിക്ക് നിനക്ക് ഒരിത്തിരി ആഹാരം ഉണ്ടാക്കണം, ഒന്ന് തൂക്കണം, പിന്നെ ഒരു സാരിയെ ഞാൻ കഴുകുന്നുള്ളൂ. അതെ അമ്മാവനോട് ചോദിച്ചാ ഒരു സാവകാശമൊക്കെ വേണ്ടേ? ചുമ്മാ എടുപിടിന്നാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഇതങ്ങ് ചോദിച്ചെന്താ നിങ്ങൾക്ക് കുഴപ്പം? ഞാൻ ചോദിച്ചോളാം, നീ സമാധാനപ്പെടുക. ഒരു കഷ്ടമാണെന്ന് പറ, എല്ലാം പടപടാന്നാണ് കാര്യം സാധിക്കണം. നിങ്ങൾ അമ്മാവനെ ചായയും ചോറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സൽക്കരിക്കാൻ വേണ്ടി വിളിച്ചാണത്. എന്തോന്നാടാ അത്? എന്റെ ഇന്നലെ ഞാൻ കൊടുക്കുന്നത്, നിനക്കെന്ത് സൽക്കരിക്കുന്നതിന്? എടാ ഞാനത് ചോദിക്കാന്ന് പറഞ്ഞില്ല, നീ ഒന്ന് സമാധാനപ്പെടുക. ഇനി കള്ളും കുടിച്ചിട്ട് നേരം വിളിച്ചാൽ മൂടും തട്ടിട്ട് പോക്കങ്ങ് പോകും. ഞാൻ ചോദിക്കാന്ന് പറഞ്ഞാൽ ചോദിക്കും, നീ ഒന്ന് സമാധാനപ്പെടും. നീ നിന്റെ കാര്യം നോക്കുന്നത് കഴിവ് ഇട്ടിട്ട് ഞാൻ ഇല്ലെങ്കിൽ ഞാൻ പോയി ചോദിക്കാം. ആ വേണ്ട വേണ്ട, നീ അങ്ങനെ ചോദിക്കണം ഞാൻ പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞു കേട്ടാ. അമ്മ ഇത് വെച്ച് വൈകിക്കേണ്ട കേസല്ല, അത് നാറ്റ കേസാണിത്. എടാ ഒന്ന് അടങ്ങ്, ഞാൻ ഈ സാരി ഒന്ന് കഴിയിട്ടോട്ട് ഞാൻ ചോദിക്കാം, അവൻ കേക്കും. അവനെന്തെങ്കിലും ചെയ്. അതെ ഇത് കഴിഞ്ഞിട്ട് വേഗം പോയി ആ ചോദിച്ചു. ഞാൻ ചോദിച്ചോളാം. ഇല്ലെങ്കിൽ ഞാൻ വെച്ച് കയറി ചോദിക്കും. പിന്നെ നീ അങ്ങ് ചോദിക്കും അല്ലേ? ചോദിപ്പുകാരൻ. മഴയൊന്നും ഇല്ലട്ടപ്പോ. അമ്മാവൻ ഊണൊക്കെ കഴിച്ചില്ലേ? അതെന്താന്ന് അറിയില്ലടാ, ഈ ഇടയായിട്ട് ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര ആർത്തിയാ. അതെയാ? പിന്നെ ഞങ്ങളിപ്പോൾ അമ്മാവനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഇച്ചിരി ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കാൻ. അതല്ലെങ്കിലും ഗൗരവമുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലാണല്ലോ എന്നെ വിളിക്കുക. കാര്യം പറ. ഒന്നുമില്ല അമ്മാവ, നമ്മുടെ ജമന്തി ഇല്ലയോ? ആ ജമന്തി കനകൻ്റെ ഭാര്യയാണല്ലോ. നീ എന്താ പൊട്ടം കളിപ്പിക്കുക എന്നെ? അതെനിക്കറിയണ കാര്യമില്ലേ? ആ അല്ല, ഞാൻ വിഷയം പറയാം. ആ
കുറച്ച് ദിവസമായിട്ട് രാത്രി 12 മണിയാകുമ്പോൾ ജമന്തിയുടെ ഫോണിൽ ഏവനോ ഒരുത്തൻ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. ആരാത്? അപ്പോൾ അതാരാന്നറിയില്ല. കനകൻ ഫോൺ എടുക്കുമ്പോൾ കട്ട് ചെയ്യണം. അത് അങ്ങനെ ഒരു വിഷയമുണ്ടോ അമ്മാവ് ഇവിടെ? എടാ അത് കണ്ടുപിടിച്ചിട്ട് അവന്റെ മുട്ടുകാല് തല്ലിട്ട്. എടാ അത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കണടാ. അല്ല ഈ ചെറുപ്പക്കാരാണല്ലോ, ആവേശത്തിന്റെ പുറത്ത് ചിലപ്പോ പലരും അങ്ങനെ ചെയ്യും. ആദ്യം അതിലൊന്നും എടുത്ത് ചാടണ്ട, ഒന്ന് വിളിച്ച് ഉപദേശിക്കുക. പിന്നെ അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ മുട്ടുകാലി തല്ലി ഓടിക്കുക. പിന്നെ അവൻ ഒരു പെൺകുട്ടീന് രാത്രി ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത്. എന്നാലേ അങ്ങനെ ഒരു ചെറിയൊരു ഉപദേശം തരാനാണ് ഞങ്ങൾ അമ്മാവനെ ഇപ്പം ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്ത്? അല്ല, അതുപോലത്തെ ഒരു ഉപദേശം അമ്മാവന് തരാനാണ് ഞങ്ങളിപ്പോൾ അമ്മാവനെ ഇവിടെ വിളിപ്പിച്ചത്. അതിനെ എന്തിനാ എന്നെ ഉപദേശിക്കണേ? അതായത് അമ്മാവ, അമ്മാവിന് വേണ്ടിയിട്ട് നമ്മളന്ന് പെണ്ണ് കണ്ടില്ലേ? കണ്ടില്ലേ? അത് നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചല്ലോ. അത് മാത്രല്ല, ഇനി അങ്ങനെയൊന്നും വേണ്ട. ഇനി അങ്ങനെ ഒരു ആലോചന ഒന്നും വേണ്ടല്ലോ. അതൊക്കെ അപ്പം കഴിഞ്ഞില്ലേ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തിനാ വെറുതെ വിളിച്ചു പറയണത്? അല്ല, അത് കഴിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ അച്ഛൻ എന്നെ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. എന്തിന്? അമ്മാവനിടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആര്? അല്ല, ഞാൻ എന്നിട്ട് അമ്മാവനോട് പറഞ്ഞിരുന്നു. 1-2 പ്രാവശ്യം ഞാൻ അമ്മാവനോട് പറഞ്ഞു. അപ്പൊ അമ്മാവൻ പറഞ്ഞു, ഇല്ലടാ അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് പറയുകയും ചെയ്ത് എന്നോട്. പറഞ്ഞില്ലേ? പിന്നെന്താ? ഇത് അങ്ങനെയല്ല. അയാളിപ്പോ ഇന്നും വിളിച്ചു. ഇന്ന് വിളിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇനി നിന്റെ അമ്മാവനെങ്ങാനും എൻ്റെ മോളെ വിളിച്ച് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കാലുമുട്ടി ഞാൻ തല്ലി പിടിക്കുന്നു. അല്ല, അതെ അമ്മാവൻ കാരണം ഈ മരുമോ മുട്ടുകാലില്ലാതെയൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ അമ്മാവ? അല്ലേ? മാത്രമല്ല, അമ്മാവന് ഈ സ്കൂട്ടറും കൊണ്ടുപോയി ആ പെണ്ണിൻ്റെ വീട്ടിൻ്റെ നടന്ന് ഹോൺ അടിക്കുക, അവൾ പോകുന്ന ബസ് സ്റ്റോപ്പിൽ പോയി ഒരുങ്ങി നിൽക്കുക. ഇതൊക്കെ എന്ത് വൃത്തിയിട്ട പരിപാടിയല്ലേ അമ്മാവാ? ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ഇതൊക്കെ ആർക്കും തോന്നാം. അങ്ങനെ തോന്നുന്നത് ഒരു കുറ്റമൊന്നുമല്ല. പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബത്തെ പറ്റി, മക്കളെ പറ്റി, മരുമക്കളെ പറ്റി, പിന്നെ പെങ്ങളെ പറ്റി ഒക്കെ ആലോചിക്കണ്ടേ? അതിലെല്ലാം ഉപരി നമ്മുടെ പ്രായം ആലോചിക്കണ്ടേ? അത് വേണ്ടേ? ഇതിപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ അമ്മാവൻ ഇങ്ങനെ ഒരു സംഗതി ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പുറത്ത് ആളുകളുടെ മുമ്പിലുള്ള ഒരു സ്ഥാനം എന്താവും? എൻ്റെ പാർട്ടി ഓഫീസിലെങ്ങനെ അറിഞ്ഞ അമ്മാവ എൻ്റെ ജീവിതം തന്നെ പോവും. നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരാവില്ലേ? അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമ്മാവനോട് പറയുന്നത്. മേലാൽ അത് ഉണ്ടാവാൻ പാടില്ല. അമ്മാവൻ പറഞ്ഞ പോലെ ആദ്യ പടി എന്ന നിലയിൽ ഒരു ഉപദേശം, അത്രേ ഉള്ളൂ. നമുക്കത് വേണ്ട. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല, വിചാരിക്കണ പോലൊന്നും എന്ന് പറഞ്ഞാൽ അമ്മാവൻ ഏതെങ്കിലും രീതിയിൽ അമ്മാവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നടത്തിക്കൂടെ? അത് ഇതിപ്പം നടക്കില്ലല്ലോ. അമ്മാവനൊരു ചെറിയ തെറ്റ് പറ്റി. ദുർലഭ നിമിഷത്തിലൊരു ഇഷ്ടം തോന്നി, പെട്ടെന്നൊരു ആവേശത്തിൻ്റെ പുറത്ത് തോന്നിയതാണ്. അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല. ഇത് തോന്നിയപ്പോൾ 1-2 പ്രാവശ്യം ഫോൺ ചെയ്തു എന്നുള്ളത് ശരിയാ. അല്ലാതെ വേറെ ഒന്നുമില്ലടാ. അല്ലേ, അത് തെറ്റല്ല. അതിലൊരു കുഴപ്പമില്ല. പക്ഷെ അതിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വഴികളാണ് കുഴപ്പമായത്. 80കളിൽ സിനിമയിലെ നായകന്മാർ കാണിക്കുമ്പോൾ ഇപ്പോഴും സ്കൂട്ടറും കൊണ്ടൊക്കെ പോയി നിന്ന ചെക്കന്മാരുണ്ടെന്നല്ല അവിടെ. ഒരു അബദ്ധം പറ്റിയതാ കനക. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു അബദ്ധം പറ്റിയതാ. ഞാൻ ഉറപ്പ് തരാം, ഇനി ഉണ്ടാവില്ല. മക്കൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായെങ്കിൽ വേണ്ട. അമ്മാവനെ ഓരോരോ തോന്നലുകളാണ്. ഇനി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അയാൾ ഇനി എന്നെ വിളിക്കും. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് അയാളോട് ഉറപ്പ് പറയണം. ധൈര്യമായിട്ട് ഉറപ്പ് പറഞ്ഞു. ഞാൻ ഉറപ്പ് തരും. പക്ഷെ അങ്ങനെ അമ്മാവൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അമ്മാവ് സത്യം ചെയ്യണം. സത്യമാണോ? ഇനി അങ്ങനെ ഉണ്ടാവില്ല. വിശ്വസിക്കാമല്ലോ? വിശ്വസിക്കും. ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല. ഇനി ആ പെണ്ണിൻ്റെ ഫോണിലേക്ക് അമ്മാവും വിളിക്കരുത്. ആ പെണ്ണിൻ്റെന്നല്ല, ആവശ്യമില്ലാണ്ട് എവിടേക്കും വിളിക്കില്ല. അതുമാതിരി ഈ സ്കൂട്ടർ കൊണ്ടുപോയി വഴിയിൽ പോയി കറങ്ങൽ, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കണം. ഇല്ല, ഒന്നുമില്ല. ഞാൻ ഉറപ്പ് തരും. ഇനി വേറൊരു കാര്യം, അമ്മാവനത് ഒരു വിഷമായിട്ട് മനസ്സിൽ വിചാരിക്കണ്ട. നമുക്കത് വേണ്ട അമ്മാവ, അതങ്ങ് വിട്ടേക്ക്. എന്ത് വിഷമാടാ? അതൊന്നുമില്ല. പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ ചേച്ചി ഇതായി. അവരൊന്നും അറിയാതെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ല. ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ പെണ്ണുങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളത് അമ്മാവൻ്റെ ഒരു കുറവായിട്ട് വിചാരിക്കാൻ വേണ്ട. ഇല്ല. പിന്നെ ഇത് അവരൊക്കെ അറിഞ്ഞു എന്നുള്ളൊരു ഭാവം അമ്മാവൻ്റെ മനസ്സിൽ വേണ്ട. അമ്മാവൻ ഇപ്പോഴും പഴയ അഴകേശ അമ്മാവൻ തന്നെയാണ്. ഉഷാറല്ലേ? കുഴപ്പമില്ലല്ലോ? ഇല്ല. കുഴപ്പമുണ്ടാവോ? ഇല്ല, ഞാൻ ഉറപ്പ് തന്നില്ലേ. പിന്നെന്താ? പിന്നെന്താ? വിട്ടു
എന്തേ എന്താന്ന് എന്തമ്മാ ആ അങ്കിൾ നമസ്കാരം. നമസ്കാരം നമസ്കാരം. ആ വരൂ വരൂ. ഞാൻ നിങ്ങളെ സർക്കാർ സ്വീകരിക്കാൻ വന്നതല്ല, എനിക്ക് വളരെ ഗൗരവമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉത്തരവാദപ്പെട്ടത് ആരെങ്കിലും ഉണ്ടോ? അവരോട് സംസാരിക്കാം. അമ്മയുണ്ട്. ആ അമ്മയെ വിളിക്ക്. അമ്മ അമ്മ ഞാനേ അളിയനും കൂടെ ഉണ്ട്, അളിയനും കൂടെ വിളിക്കാം. ആ വിളിക്ക് വിളിക്ക്. ആ അളിയാ ഇങ്ങൊന്നേ ഇരിക്കാല്ലോ. ആ എന്താ നമസ്കാരം. ഇവിടെ നിങ്ങളുടെ ഒരു അമ്മാവനുണ്ടല്ലോ, ഈ അമ്മാവൻ്റെ കാര്യം പറയാനാണ് വന്നത്. അമ്മാവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ എപ്പോഴും നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫോണിൽ. അത് ആ അഴകേശൻ്റെ കാര്യമാണ് പറഞ്ഞത്. എല്ലാ ദിവസവും ഇത് രാത്രിയും പകലും എപ്പോഴും ഫോൺ ചെയ്യുക. അയ്യോ അത് അവനായിരിക്കത്തില്ല. അതെ അവൻ തന്നെ. ഇന്നലെ കൊണ്ട് നമ്മളെല്ലാം പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് അല്ലേ? അത് സാറേ, സാറന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മാവൻ ഞങ്ങളോട് സത്യം ചെയ്യുകയും ചെയ്തു, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അമ്മാവൻ വീണ്ടും വീണ്ടും ചെയ്യല്ലേ? അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലേ നിങ്ങളുടെ മോളുടെ കയ്യിലിരിപ്പിന്റെ ആയിരിക്കും. പിന്നെ അമ്മാവന് മാത്രം കുറ്റം പറഞ്ഞു. എൻ്റെ മോളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. അവൾക്ക് കല്യാണാലോചന വന്നിരിക്കുകയാണ്, അത് നടത്തി കൊടുക്കണം. അപ്പോൾ അതിന് ഈ ഇതുമാതിരിയുള്ള പേര് ദോഷം ഉണ്ടാക്കിയാൽ ശരിയാ. അതെ സാറേ, ഞങ്ങള് പിന്നെ ഇന്നലെ അമ്മാവനുമായിട്ട് സംസാരിച്ചു. അപ്പൊ അമ്മാവൻ ഞങ്ങളോട് ഉറപ്പ് തന്നിരിക്കുകയാണ്, ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട്. സത്യം കൂടെ ചെയ്തു. ഇനി മേലെ ഉണ്ടാക്കത്തില്ല. ഇന്നലെ രാത്രിയും വിളിച്ചല്ലോ. ഇന്നലെ രാത്രിയോ? ഇന്നലെ 12 മണിക്ക് വിളിച്ചിരിക്കുന്നു രാത്രിയിൽ. അത് ചിലപ്പോ അമ്മാവനായിരിക്കും. അമ്മാവൻ തന്നെ വിളിച്ചത്. നോക്ക്, അയാൾ ഫോൺ എടുത്ത് വെച്ച് നോക്ക്. 12 മണിക്ക് രാത്രി. ആ എന്താ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണമെന്നായി പറയുന്നത്? അല്ല ഇനി മേലുണ്ടാവില്ല. ഇനി ഉണ്ടാവില്ല സാറേ, ഇനി ഉണ്ടാവില്ല. ഞങ്ങളോട് ഇന്നലെ ഉറപ്പ് തന്നതാണ്. പിന്നെ നിങ്ങളുടെ തറവാട് ഒരു നല്ല തറവാടായതുകൊണ്ടും എൻ്റെ മോളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ടും ഞാൻ തൽക്കാലം കേസിന് വഴക്കിനൊന്നും പോകുന്നില്ല. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുക്കും. മാത്രമല്ല ചോദിക്കാൻ വരുന്നത് നല്ല ശക്തിയുള്ള ആമ്പിള്ളേരായിരിക്കും. അല്ല സാറേ, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. ഞാൻ വാക്ക് തരുന്നു സാറിന്. അമ്മയുടെ ഉറപ്പിൽ എനിക്ക് പോവല്ലോ. ഉറപ്പാണ്. ഉറപ്പാ സാറേ? ഇനി ഉണ്ടാകത്തില്ല. ഇല്ല, തീർച്ചയാണ്. തീർച്ചയായിട്ടും. എന്താണ് ഞാൻ അവനോട് ചോദിച്ചോളാം. എടാ, അങ്ങോട്ട് മാറ്. എന്താ അടകേശാ. എന്തോന്നാണ് ഇത്? എടാ, അടകേശാ. ഇതല്ലാണ്ട് അടകേശാ. എന്തിനാ ഇവനിത് ഇങ്ങനെ എവിടെ തുള്ളണേ? പോയെന്ന് അടകേശാ. അതിനാ കൊച്ചിനെ കണ്ടല്ലേ വളരെ അവനെ അവിടെ എങ്ങും കാണുന്നില്ല. അവൻ മതിലിയാടി ഓടിക്കാണുന്നു. കാലിനടിച്ചു കൊടുക്കട്ടെ കേസായി. ആ മുറിയിൽ നോക്കിയടാ. അമ്മാവാ ഒന്ന് പോയി നോക്ക്. ഞാൻ അവിടെ അത്രയും നോക്കി, കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അമ്മാവാ ഞാൻ അങ്ങോട്ട് കേറിയ ശരിയല്ല. എന്റെ അമ്മാവാ മാവനല്ല ഇയാള്. നീ ചെയ്തോ? ആ? അമ്മാവാ അമ്മാവാ കുഴപ്പമില്ല. അമ്മാവാ അങ്ങോട്ട് ആരാണ്ട് അങ്ങോട്ട് മാറിയല്ലടാ. എവിടെ? അങ്ങോട്ട്. അവിടെയാ? ആ. എന്താ അളിയോ മുതല് ദേ നിക്കുന്നു ഇവിടെ ഒളിച്ച്. ഇങ്ങോട്ട് വേടാ. ഇങ്ങോട്ട് വരാൻ പറ. ഇങ്ങോട്ട് ഇറങ്ങി വാ അമ്മാവാ. ഏ? അയ്യോ നട്ടലില്ലെങ്കിൽ ഇതിനൊന്നും ഇറങ്ങരുത്. ദേ വിളിക്കുന്നമ്മ എല്ലാം കൊണ്ട്. എന്താണ് നീ കാണിച്ചു വെച്ചത്? അങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞെന്നറിയാമോ? നീ ഒളിച്ചിരുന്നല്ലേ? നാട്ടിനും വീട്ടിനും പേര് ദോഷം കൊണ്ട് നടക്കുന്നവൻ. നിങ്ങൾ ഇന്നലെ രാത്രി കൂടെ ഞങ്ങളെടുത്ത് സത്യം ചെയ്തല്ലേ? അതെ. പിന്നെ എന്തിനാ നിങ്ങൾ രാത്രി 12 മണിക്ക് വിളിച്ചത്? ഇന്നലെ രാത്രി എല്ലാം കഴിഞ്ഞ് ഞാൻ കടന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പെണ്ണിനെയോ? അല്ല, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്ന്. അതാ കൊച്ചിനെ വിളിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ ഫോൺ ചെയ്ത്. പക്ഷെ ഫോൺ എടുത്തത് ആ പെണ്ണിന്റെ തന്തയായിപ്പോയി. ഞാൻ അപ്പൊ തന്നെ കട്ട് ചെയ്തു. എന്തിനാ നീ ഇപ്പൊ ഒരു മാപ്പ് പറയാൻ പോയിട്ടത്? എന്റെ ചേച്ചി, എന്റെ സത്യസന്ധത ഞാൻ ആ കൊച്ചിനെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ ആ കൊച്ചു എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? Alien versus Alien.